ഫ്ലവേഴ്സ് ടിവിയിലൂടെ പ്രേയിങ് കേരള പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഈ പകൽ സ്വാഗതം ചെയ്യുന്നു. We welcome everyone for an hour of prayer, praise and worship as you are joining Praying Kerala from different parts of the globe. Jesus has always the best for us. യേശുവിന് എല്ലായ്പ്പോഴും നമുക്ക് വേണ്ടിയുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ കരുതലുകളാണ്. Let's praise and worship Jesus. പരിശുദ്ധാത്മാവ് എത്ര വ്യക്തമായിട്ടും എത്ര ശക്തമായിട്ടുമാണ് ഓരോരുത്തരെയും നയിക്കുന്നത്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നല്ല സഹായിയായ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്ന, നമുക്ക് വേണ്ടി നമ്മെ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ്. ബൈബിളിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട്, ദൈവം നമ്മുടെ പ്രകൃതി അറിയുന്നു. He knows our frame, who exactly we are. എന്നതിൻ്റെ അർത്ഥം നാം ശരിക്കും എന്തായിരിക്കുന്നു എന്ന് നമുക്ക് നമ്മളെ കുറിച്ച് അറിയത്തില്ല, പക്ഷെ അതറിയുന്നൊരു ദൈവമുണ്ട്. ആ കർത്താവിന്റെ സന്നിധിയിൽ ഈ പ്രഭാതത്തിൽ 8-ാം മാസം 8-ാം തീയതി 2013 നമ്മൾ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ മാസത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തന്ന ആ തുറന്ന വാതിലിന്റെ അനുഭവത്തിലൂടെ ദൈവം നമ്മെ കടത്തിവിടും. ആ തുറന്ന വാതിലൂടെ പ്രവേശിക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയ എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ ഓരോരുത്തരുടെ മേലും കർത്താവ് പകർന്നുവരും. ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ അടുത്ത ചില മിനിറ്റുകൾ കൊണ്ടുപോവുകയും 2 കരങ്ങളും ഉയർത്തി ആ ഭവനങ്ങളിൽ, ആശുപത്രികളിൽ, ഓഫീസുകളിൽ, യാത്രവേളകളിൽ, ഇന്റർനെറ്റിലൂടെ, ടെലിവിഷനിലൂടെ, റേഡിയോയിലൂടെ, ഫോണുകളിലൂടെ ഒക്കെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവരുണ്ട്. ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിൽ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്, യു വിൽ സ്പീക്ക് ടു മീ ലോർഡ്. പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുക, അവിടുന്ന് വ്യക്തമായി എന്നോട് സംസാരിക്കുക. 2 കരങ്ങളും ഉയർത്തി ഈ ആരാധനയോട് ചേർന്ന് നിന്ന് പാടി ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയത്തെ, ശരീരത്തെയും മനസ്സിനെ, ദേഹിയെ, നമ്മുടെ ജീവിതത്തിന്റെ സകല ചുറ്റുപാടുകളെയും സകലത്തെയും, let everything be given to the hand of the Holy Spirit of God, and tell him, Lord, I'm coming to you and speak to me, Lord. ഓഡിബിൾ ശബ്ദത്തോടെ, എനിക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ അവിടുന്ന് എന്നോട് സംസാരിക്കണം. There's something new in me, Lord. എന്നിൽ ചില പുതിയ ആരംഭങ്ങൾ അവിടുന്ന് ഇടണമേ. Open new doors over my life. എന്റെ മീതെ വാതിലുകൾ അവിടുന്ന് തുറക്കണമേ. ഈ പകൽ എന്റെ മീതെ അവിടുന്ന് വാതിലുകൾ തുറക്കണം.
ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ, നിന്റെ സന്നിധികൾ ദൈവവചനത്തിനായി ഞങ്ങൾ അടുത്തു വരുമ്പോൾ ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുമ്പോൾ പാസ്റ്റേഴ്സിന് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാൻ പോകുക. എല്ലാവരും രണ്ട് കരങ്ങളും ഉയർത്തി ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. സ്വർഗീയ പിതാവേ, പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നീ നല്ല സഹായനായി ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ അങ്ങ് ഞങ്ങൾക്ക് തന്നിരിക്കുമ്പോൾ കർത്താവെ, പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ കർത്താവെ ഇന്ന് പകൽ ഞങ്ങളുടെ ദൈവവചനത്തിലൂടെ സംസാരിക്കണമെന്ന് ഞങ്ങൾ അങ്ങോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേൾക്കുന്ന ശബ്ദത്തിൽ കർത്താവ് ഞങ്ങൾക്ക് ഗ്രഹിക്കാം നിലയിൽ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം ഞങ്ങൾക്ക് ജീവന് ചൈതന്യവുമാണ്. അത് ഞങ്ങളെ കർത്താവ് അതിലേക്ക് നയിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവ് ഞങ്ങൾ വചനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അങ്ങ് ഞങ്ങളുടെ ഓരോരുത്തരും വ്യക്തിപരമായി സംസാരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള അങ്ങയുടെ ഉദ്ദേശങ്ങൾ ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളെക്കുറിച്ചുള്ള കർത്താവ് അങ്ങയുടെ പദ്ധതിയിൽ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് നമ്മോട് ഈ പകൽ സംസാരിക്കും. അവിടുത്തെ ആലോചന ശ്രേഷ്ഠമാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ നമുക്ക് ഈ പ്രാരംഭത്തിലൊന്ന് വായിക്കാം. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്തു വരികയും പുറത്തു പോകുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. Gospel of John chapter 10 verses 9 and 10. I am the door. If anyone enters by me, he will be saved and will go in and out and find pastures. The thief does not come except to steal and to kill and to destroy. I have come that they may have life and that they may have it more abundantly. ദൈവവചനത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ വാചകങ്ങളാണ് നമ്മൾ വായിച്ചത്. ദൈവവചനത്തിലെ ഓരോ വാക്കും ശ്രേഷ്ഠമാണ്. നമുക്ക് ഇന്ന് ചില നിമിഷങ്ങൾ ആ വാതിൽ, യേശു പറഞ്ഞില്ലേ, ഐ ആം ദ ഡോർ, ഞാൻ വാതിലാകുന്നു. പഴയ നിയമഭാഗത്തിൽ ദൈവവചനത്തിൽ നിന്ന് ചില പാഠങ്ങൾ ഓർമ്മപ്പെടുത്തി ഇതിൻ്റെ പ്രാധാന്യം നമ്മളൊന്ന് ഗ്രഹിക്കാൻ ചില നിമിഷങ്ങൾ നമ്മൾ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചില വാക്യങ്ങളോട് എഴുതി വെക്കുന്നവരുടെ സഹായത്തിന് വേണ്ടി അത് നമ്മളിവിടെ വായിക്കുന്നില്ലായിരിക്കും എങ്കിലും ഈ പാഠം കുറച്ചുകൂടെ ഗ്രഹിക്കാൻ യെശയ്യാ പ്രവചനം 41-ാം അധ്യായം 19-ാമത്തെ വാക്യം, ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 41 verse 19, 53 verse 13, 60 verse 16 and Hosea chapter 14 verse 8, Psalms 104 verse 17. ഹോശേയ പ്രവചനം 14-ാം അധ്യായം 8-ാമത്തെ വാക്യം, സങ്കീർത്തനം 104:17 മുതലായ വാക്യങ്ങൾ നമ്മൾ ഇന്ന് പകൽ അല്പനിമിഷം സംസാരിക്കുന്ന വചനഭാഗത്തിന് കൂടുതൽ പിന്നീടിരുന്ന് ഗ്രഹിക്കുവാൻ അത് ആ വാക്യങ്ങൾ വായിക്കുന്നത് സഹായമായിരിക്കും. പാസ്റ്റർ, വാക്യം ഒരിക്കൽ കൂടി ഒന്ന് വായിക്കുമോ? ഇപ്പോൾ വായിച്ചത് 10-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്തു വരികയും പുറത്തു പോകുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളം വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം മനുഷ്യരുടെ ഇടയിൽ വസിച്ചിരുന്നത് സമാഗമന കൂടാരത്തിൽ മോശയുടെ കാലത്ത്, പിന്നീട് കടന്നു വരുമ്പോൾ ദാവീദിൻ്റെ ഭരണകാലമായപ്പോൾ തൻ്റെ മകൻ ശലോമോൻ മുഖാന്തരം ഒരാലയം പണിതു. അപ്പം അതിനെല്ലാം 3 വിഭജനങ്ങളുണ്ടായിരുന്നു. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം. അപ്പം പ്രാരംഭം മുതൽ വാതിലുകൾ നമുക്ക് കാണാൻ കഴിയുന്നു. കഴിഞ്ഞ ദിവസം വിശുദ്ധ സ്ഥലത്തെ വാതിലിൻ്റെ പ്രത്യേകത നമ്മൾ ഓർമ്മപ്പെടുത്തി. രണ്ട് കഥകൾ വീതമുള്ള വാതിലുകളായിട്ട് കിടക്കുന്നു. ഇന്ന് ആ വാതിൽ ഉണ്ടാക്കിയിരിക്കുന്ന തടി ഒലിവിൻ്റെ മരം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ വിശുദ്ധ സ്ഥലത്തെ, ഹോളി ഓഫ് ഹോളീസിനെ മറ്റുള്ള സ്ഥലവുമായിട്ട് വേർതിരിച്ച് നിർത്തിയിരുന്ന ആ വാതിൽ, അത് ഓയിൽ ട്രീ എന്നതിനെ വിളിക്കുന്നുണ്ട്. ഒലിവ് മരത്തിനെ ഓയിൽ ട്രീ എന്ന് വിളിക്കുന്നുണ്ട്. കാരണം അതിനകത്ത് എവിടെ എണ്ണയാണ്. ഒലിവ് മരം നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും നല്ല ശ്രേഷ്ഠമായ എണ്ണ
ഒരു തരത്തിലും ശരീരത്തിന് ഹാനി വരുത്താത്ത ഒരു എണ്ണയാണ് ഒലിവിൻ്റെ എണ്ണ. അപ്പോൾ ഇവിടെ എന്താണ് സമാഗമന കൂടാരം പണിതപ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തിരുനിവാസം ഇരിക്കുന്ന സ്ഥലം പണിതപ്പോൾ, ഉണ്ടാക്കിയപ്പോൾ ഈ മരം ഉപയോഗിക്കാനുള്ള പ്രത്യേകത അതെന്ത് വെളിപ്പെടുത്തുന്നു? ഒന്ന്, ഞാൻ പറഞ്ഞതിൻ്റെ പ്രത്യേകത, എണ്ണ അതിനകത്തുള്ളത് കൊണ്ട് ക്ഷുദ്ര ജീവികൾക്ക് അതിനകത്ത് പ്രവേശിക്കാൻ കഴിയത്തില്ല. ഇത് ഈ വാതിൽ വെളിപ്പെടുത്തുന്ന യേശുവിനെ. അതുതന്നെയാണ് യേശു ഇവിടെ പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ, ഞാൻ വാതിൽ. ഏത് വാതിൽ? അന്ന് മരുഭൂമിയിൽ നമ്മുടെ പിതാക്കന്മാർ ദൈവത്തെ ആരാധിച്ച് ദൈവത്തിൻ്റെ ആലോചന അനുസരിച്ച് നടക്കുമ്പോൾ ദൈവം അവരുടെ നടുവിൽ പാർക്കേണ്ടതിന് ഉണ്ടാക്കിയ കൂടാരത്തിൻ്റെ വാതിലായിരുന്ന അതേ ആള് തന്നെയാണ് ഇപ്പോൾ നിങ്ങളോട് നേരിട്ട് നിന്ന് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ആ എണ്ണ ഉള്ള മരമായതുകൊണ്ട് അതിനകത്ത് കീടങ്ങൾ വരുന്നില്ല. ദാറ്റ് മീൻസ് യേശുവിനെ ഒരു ശക്തിക്കും ബാഹ്യമായിട്ടോ അകത്തു നിന്നോ പുറത്തു നിന്നോ കുത്തി നശിപ്പിക്കാൻ കഴിയുന്നില്ല. ഇംപെരിഷബിൾനെസ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ നശിപ്പിക്കപ്പെടാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഈ ഒലിവ് മരം വാതിലായി നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, എത്രയോ പേര് യേശുവിനെ തൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ നശിപ്പിക്കാൻ ഏതെല്ലാം മാർഗങ്ങൾ ഉപയോഗിച്ചു. കോടതി പോലും അവസാനം കണ്ടെത്തിയത്, ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല. എങ്കിലും ജനത്തിൻ്റെ ആക്രോശം നിമിത്തം, ദൈവത്തിൻ്റെ ഇഷ്ടം നിമിത്തം അവൻ ക്രൂശിക്കപ്പെട്ടു. എത്ര ഹീനമായ ഉപദ്രവങ്ങളിലൂടെയാണ് യേശു കടന്നുപോയത്. യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൽ അത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നെ ശ്രദ്ധിക്കുക. അപ്പം മരണത്തോടുകൂടെ എല്ലാവരുടെയും ചരിത്രം തീരുമ്പോൾ നമ്മളിവിടെ സംസാരിക്കുന്ന കാര്യം, ആ ഡോർ ഉണ്ടാക്കിയിരിക്കുന്നത് ഒലിവ് മരത്തിൻ്റെ തടി കൊണ്ടാകയാൽ അതിനെ ഒരു കീടത്തിനും നശിപ്പിക്കാൻ കഴിയത്തില്ല. മരണത്തിനു പോലും യേശുവിനെ നശിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. മൂന്നാം നാൾ ആ യേശു മരണത്തെയും പാതാളത്തെയും ജയിച്ച് ഉയർത്തെഴുന്നേറ്റ്. ആമേൻ. യേശു ആ ശിഷ്യന്മാരോട് പറയുന്നത് നോക്കിക്കേ, അന്ന് മരുഭൂമിയിൽ അവിടെ ആ ജനത്തിനുണ്ടായിരുന്ന വാതിൽ തന്നെയാണ് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. അന്ന് അവരകത്ത് പ്രവേശിച്ച വാതിലൂടെ അകത്ത് പ്രവേശിച്ചത് ദൈവ തേജസ്സിൻ്റെ ഉയർന്ന അനുഭവങ്ങൾ അവർക്ക് അനുഭവിപ്പാൻ, അവർക്ക് വഹിക്കുവാൻ, ഒരു വർഷം മുഴുവൻ നിൽക്കുന്ന അളവിൽ ദൈവത്തിൻ്റെ തേജസ് അവർക്ക് വഹിക്കുവാൻ കഴിഞ്ഞു. യേശു പറയുന്നത് 9-ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ വായിക്കുമോ? വേഴ്സ് നമ്പർ 9. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും, അവൻ അകത്തു വരികയും പുറത്തു പോകുകയും മേച്ചൽ കണ്ടെത്തി. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. എന്താ? എന്നെ നശിപ്പിക്കാൻ ആർക്കും കഴിയില്ല, ഒന്നിനും കഴിയുന്നില്ല. കഴിയില്ല എന്നങ്ങ് വെറുതെ അവകാശവാദം പറയുകയല്ല. ഹി പ്രൂവ്ഡ്. യേശു ഇത് വെളിപ്പെടുത്തി. മരണം, ഉപദ്രവം, എന്തെല്ലാം. പക്ഷെ അവർക്ക് ഒന്നിനും യേശുവിനെ നശിപ്പിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്നിലൂടെ കടക്കുന്നവൻ. അപ്പോൾ സപ്പോസ് ഇതൊരു വാതിലാണെങ്കിൽ യേശു പറയുന്നത്, ഇതിലൂടെ കടക്കുന്നവൻ, ആ യേശു എന്ന വാതിലൂടെ കടക്കുന്നവൻ, just as Jesus was not been destroyed by anything of the world, യേശുവിനെ ലോകത്തിലെ ഒന്നിനും നശിപ്പിക്കാൻ കഴിയാതിരുന്നത് പോലെ യേശുവിലൂടെ പ്രവേശിക്കുന്നവനെ ലോകത്തിലെ ഒന്നിനും നശിപ്പിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. യേശുവിൽ വിശ്വസിക്കാൻ പറയുന്നത് വെറുതെ അല്ല സഹോദരങ്ങളെ. യോഹന്നാൻ 3:16 പാസ്റ്റർ ഓർമ്മയുണ്ടല്ലോ വാക്യം. ദൈവത്തിന്റെ ഏകജാതനായ പുത്രനിൽ, ദൈവത്തിന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവന് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകിക്കൊണ്ട് ലോകത്തെ സ്നേഹിച്ചു.
So God is opening this door over your life so that you and I can enter it, where you and I won't be perished. ഞാനും നീയും നശിച്ചു പോകാത്ത ഒരു വാതിൽ സ്വർഗത്തിലെ ദൈവം യേശുവിലൂടെ നമുക്ക് തുറന്നു തരിക. ഓക്കെ, ആ വാതിൽ യേശു പറയുന്ന ഐ ആം ദ ഡോർ. ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തി, വെറുതെ പറയുകയല്ലത്, അവൻ വാതിലാണെന്ന് വ്യക്തമായി തെളിയിച്ചുകൊണ്ട് ഓയിൽ ട്രീ വെളിപ്പെടുത്തുന്നത് നശിക്കാൻ കഴിയാത്ത ഒരവസ്ഥ. അത് മാത്രമല്ല, യേശുവിൻ്റെ പേര് അഭിഷിക്തനായ ക്രിസ്തു എന്ന, ജീസസ് ക്രൈസ്റ്റ്. ക്രൈസ്റ്റ് comes from the word Christos. ക്രിസ്റ്റോസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ആ ക്രൈസ്റ്റ് എന്ന വാക്ക് വന്നിരിക്കുന്നത്. ആ വാക്കിൻ്റെ മലയാള തർജ്ജമയിലേക്ക് വരുമ്പോൾ, തത്തുല്യമായിട്ട് വരുമ്പോൾ, അഭിഷിക്തൻ എന്ന വാക്ക്, അഭിഷിക്തനായ ക്രിസ്തു. ഈ തടിക്കകത്തുള്ള എണ്ണ വെളിപ്പെടുത്തുന്നത് ഈ വാതിൽ നശിപ്പിക്കപ്പെടാൻ കഴിയാത്ത വാതിൽ മാത്രമല്ല, പകരം ഇത് അഭിഷിക്തമായ ഒരു വാതിലൂടെ. ഹല്ലേലൂയ. പ്രൈം കേരളയിലൂടെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമ്മെ ക്ഷണിക്കുന്നത് ഒരു ഉയർന്ന അനുഭവത്തിലേക്ക് പോകാൻ ഉള്ള കാര്യങ്ങളെ കർത്താവ് ഇന്ന് പകൽ ഒരുക്കി തരുന്നത്. എന്ത്? താങ്കളെ ഈ കർത്താവ് സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ ഇന്ന് പകൽ ദൈവം ഇത്ര ശ്രേഷ്ഠമായ രീതിയിൽ താങ്കളോട് സംസാരിക്കുന്നത്, താങ്കൾക്കൊരു ക്ഷണം നൽകുന്നത്. ഒരു കല്യാണക്കുറി കിട്ടിയാൽ നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും വിട്ടിട്ട് അതിനു വേണ്ടി പോകത്തില്ലേ? ഒരു പെരവാസ്തുവിന് നടക്കുന്ന കേട്ടാൽ നമ്മൾ ബാക്കി എല്ലാം മാറ്റി വെച്ചിട്ട് അതിന് പോകില്ലേ? എന്ത്? നിത്യജീവന്റെ കാര്യം. ആ ക്ഷണം ഇന്ന് പകൽ തുറന്ന വാതിലിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ ഈ പകൽ താങ്കളുടെ ജീവിതത്തിന് വേണ്ടി ബാക്കി എല്ലാത്തെയും ഒന്ന് വിട്ടിട്ട് ആ യേശുവിന്റെ അടുക്കിലേക്ക് ഒന്ന് പോകരുതോ? ആ വാക്യം ഒരിക്കൽ കൂടെ പാസ്റ്റർ ഒന്ന് വായിക്കുക. 9th verse. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്തു വരികയും പുറത്തു പോകുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. അകത്തോട്ട് വന്നിട്ട് വെറുതെ കൈകെട്ടി ഇരിക്കുമെന്നല്ല. There are new pastures waiting for you. New pastures. പുതിയ മേച്ചിൽ പുറങ്ങൾ. പാസ്റ്റർ അല്ല, പാസ്റ്റർ. PASTUR. പാസ്റ്റർ. മേച്ചിൽ പുറം. ഹല്ലേലൂയ. എന്തിനാ യേശു വിളിക്കുന്നത്? ഇവിടെ കിടന്ന് പട്ടിണി കിടക്കണ്ടെന്ന്. നീ എന്നിലൂടെ അകത്ത് പ്രവേശിക്കേ, അവിടെ സമൃദ്ധമായ മേച്ചിൽ പുറങ്ങളുണ്ട്. ഇന്ന് പകൽ പ്രൈം കേരള കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഞാൻ കേൾക്കുന്ന ദൂത്, you are born to be in the pastures of God. ദൈവത്തിന്റെ മേച്ചിൽ പുറങ്ങളിൽ മേയുവാൻ ജനിച്ച വ്യക്തിയാ താങ്കൾ. എങ്ങനെ അതിൽ പ്രവേശിക്കാൻ പറ്റും? Through the door of Jesus. How can you enter in there? Through Jesus the door. യേശു എന്ന വാതിലിലൂടെ മാത്രം. ആ വാതിലൂടെ പ്രവേശിക്കുന്നവൻ നശിക്കുന്നില്ല, അവൻ സമൃദ്ധമായ മേച്ചിൽപ്പുറത്തിൽ മേയും. പാസ്റ്റർ, നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇവിടെ വരുന്ന ടെലഫോണ്, ഇവിടെ വരുന്ന കത്തുകൾ, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുമ്പോൾ എന്തുമാത്രം ആളുകൾ നാശത്തിലും പട്ടിണിയിലും ദാരിദ്ര്യത്തിലും, ചിലപ്പോൾ വയറ് നിറച്ച് കപ്പയും മീനും അല്ലെങ്കിൽ ചോറും കറിയും പെറോട്ടയും ചിക്കനും ഫ്രൈഡ് റൈസും ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിലും അവരുടെ അകം, അവരുടെ അന്തരാത്മാവ് ഭയങ്കരമായ ദാരിദ്ര്യത്തിൽ എന്തിനു വേണ്ടിയോ ഭയങ്കര ദാഹത്തോടിങ്ങനെ നടക്കുകയാണ്. രക്ഷ കിട്ടാതെ മദ്യത്തിനായ അടിമകളായി പോകുന്നവരുണ്ട്. സന്തോഷത്തിനു വേണ്ടി എന്തെല്ലാം മാർഗങ്ങൾ ആളുകൾ കണ്ടെത്തും. എന്നിട്ട് ദുരിതത്തിന്റെ മേൽ ദുരിതമായി ഉണങ്ങി വരേണ്ട അനുഭവത്തിൽ ശ്രമിക്കാവുന്നതെല്ലാം ശ്രമിച്ചിട്ടും നഷ്ടവും കെടുതിയും മാത്രമായി തുടരുന്ന എത്രയോ ജീവിതങ്ങൾ തകർച്ചയുടെ നടുവിൽ നിന്ന് നമ്മെ ഉയർത്തി വിശാലമായ മേച്ചിൽപ്പുറത്തിലേക്ക്. ആ വാക്യം ഒരിക്കൽ കൂടെ വായിക്കാൻ പോകുക. ശ്രദ്ധിക്കണം. യോഹന്നാൻ 10:9 ഒരിക്കൽ കൂടെ വായിക്കുന്നു. അത് വളരെ ശ്രദ്ധിക്കുക. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്തു വരികയും പുറത്തു പോകുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. പാസ്റ്ററെ, യേശു എന്ന വാതിൽ കീടങ്ങൾക്ക് നശിപ്പിക്കാൻ കഴിയാത്തതാണ്, മരണത്തിനു പോലും. 2 യേശു എന്ന വാതിൽ അഭിഷേകം നിറഞ്ഞതാണ്.
ഹല്ലേലൂയ. അഭിഷേകം ബൈബിൾ വ്യക്തമാക്കുന്ന യെശയ്യാപ്രവചനത്തിൽ അഭിഷേകം നുകങ്ങളെ തകർക്കുന്നു. പലർക്കും അറിയത്തില്ല അഭിഷേകം എന്നാൽ എന്ത്. വർദ്ധിച്ച ദൈവ സാന്നിധ്യത്തെയാണ് അഭിഷേകമെന്ന് വിളിക്കുന്നത്. ജീവിതത്തിൽ ശത്രു കെട്ടിയിട്ട ഒരുപാട് മേഖലകളുണ്ട്, ഉടയാൻ കഴിയാതിരുന്ന നുകങ്ങളുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ അനുഭവത്തോടെ പറയട്ടെ, പ്രൈം കേരളയിലൂടെ കർത്താവ് പകരുന്ന ഒരു അനുഗ്രഹം ആയിരങ്ങൾ അനുഭവിക്കുന്നത്, കർത്താവ് പകർന്ന ഈ ആത്മാവിൻ്റെ അഭിഷേകത ആയിരങ്ങളുടെ ജീവിതങ്ങൾ വിടുവിക്കപ്പെടുന്നു. യേശു താങ്കളെയും ആ വിടുതലിന് വേണ്ടി കണ്ടു. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഒന്നിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. താങ്കൾ ഒരുപക്ഷെ കാനഡയിലായിരിക്കും, ഒരുപക്ഷെ അമേരിക്കയിലായിരിക്കും, ഒരുപക്ഷെങ്കിൽ ഇക്വഡോറിലായിരിക്കാം, നോർത്ത് അമേരിക്കയിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിൽ, സൗത്ത് അമേരിക്കയിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിൽ നിന്നായിരിക്കാം ഒരുപക്ഷെങ്കിൽ ഈ സന്ദർഭത്തിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എത്രയോ ആളുകൾ ഇന്റർനെറ്റിലൂടെ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടൊപ്പം പങ്കെടുക്കുന്നുണ്ട്. ഏഷ്യൻ രാജ്യങ്ങളിലും ഒരുപാട് ആളുകൾ, മലേഷ്യയിൽ, സിംഗപ്പൂരിൽ, ഫിലിപ്പൈൻസിൽ, കൊറിയയിൽ ഒരുപാട് ആളുകൾ ഈ സന്ദർഭത്തിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കും. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും വെളുപ്പിനെ തന്നെ എഴുന്നേറ്റ ആളുകൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച ഒരു ഹിന്ദിക്കാരനായ മനുഷ്യൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, അപ്പൻ അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലിലാണ്, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. നിർമ്മൽ ഭാവനാനി കൽക്കട്ടയിൽ നിന്ന് വിളിച്ചിരിക്കുന്നത്. യൂട്യൂബിലൂടെയാണ് ഈ പ്രാർത്ഥന പങ്കെടുക്കുന്നത്. എങ്ങനെയാണ് യൂട്യൂബിലൂടെ കൽക്കട്ടക്കാരൻ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, എങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ ശുശ്രൂഷ പ്രാർത്ഥന കേരളം എത്തിയെന്ന് എനിക്ക് അറിയത്തില്ല. മിക്കപ്പോഴും മലയാളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഹിന്ദിയോ ഇംഗ്ലീഷോ വളരെ വിരളമായിട്ടേ ഉള്ളൂ. എങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞു? ഒന്ന്, പരിശുദ്ധാത്മാവ്. അപ്പൻ ഹാർട്ട് അറ്റാക്ക് വന്ന് ICCUവിൽ കിടക്കുമ്പോൾ നിലവിളിയോടെ എൻ്റെ അപ്പനെ എനിക്ക് തിരിച്ചു കിട്ടണമെന്ന നിലവിളിയോടുകൂടെ ആ യൗവനക്കാരൻ വിളിക്കുമ്പോൾ യേശു ആരെന്ന് ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത ആ മനുഷ്യൻ, ഞങ്ങൾക്കൊന്നേ പറയുവാനുള്ളൂ, അഭിഷേകം നുകങ്ങളെ തകർക്കുന്നു. യേശുവിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം ഭാഷയ്ക്ക് അതീതമാണ്. യേശുവിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം സംസ്ഥാനങ്ങൾക്ക് അതീതമാണ്. യേശുവിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം അത് അതിർ വരമ്പുകൾക്ക് അപ്പുറത്തേക്ക് പോകുന്നു. ICUവിൽ കിടക്കുന്ന ജീവിതത്തിൻ്റെ മേൽ ഇന്ന് ഇറങ്ങി പ്രവർത്തിക്കുവാൻ യേശുവുണ്ട്. അപകടത്തിൻ്റെ താഴ്വരയിൽ നിന്ന് വിടുവിക്കുവാൻ ഈ പകൽ യേശുവുണ്ട്. പാസ്റ്റർ, നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. താങ്കളുടെ ജീവിതം വരൾച്ചയിലൂടെയാണ് പോകുന്നതെങ്കിൽ, എങ്ങും എത്തിപ്പെടാൻ കഴിയാത്തൊരു സ്ഥിതിയിൽ, നികൃഷ്ടതയിൽ നിന്ന് നികൃഷ്ടതയിലേക്ക്, തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക്, ആരും അറിയാതെ ഉണങ്ങി വരേണ്ട അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ, ഇതാ സഹോദരങ്ങളെ, ഒരു വിശാലമായ മേച്ചിൽപ്പുറം താങ്കൾക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ അതിലൂടെ പ്രവേശിക്കേണ്ട അവിടെ പ്രവേശിക്കാനുള്ള വാതിൽ യേശുവായിരിക്കുമ്പോൾ, ഈ പകൽ പ്രൈം കേരളയിൽ ഞങ്ങൾ താങ്കളെ ക്ഷണിക്കുന്നു. യേശു എന്ന വാതിലേക്ക് വന്നാട്ട്, യേശു എന്ന വാതിലേക്ക് വരുന്നവൻ, യേശു പറഞ്ഞവൻ നശിക്കത്തില്ല, അവൻ രക്ഷപ്പെടുമെന്ന് യേശു പറഞ്ഞു. അവൻ ഏത് തരത്തിലുള്ള വ്യക്തിയാണെങ്കിലും, ഏത് ഭാഷക്കാരനാണെങ്കിലും, ഏതു രാജ്യക്കാരനാണെങ്കിലും, എന്തുമാത്രം തകർന്നു കിടക്കുന്ന ജീവിതമാണെങ്കിലും, യേശു എന്ന വാതിലൂടെ പ്രവേശിക്കുന്നവൻ, യേശു ഉറപ്പായി പറയുന്നു, നശിക്കുകയില്ല. പഴയ നിയമത്തിൽ അതൊരു തെളിയിക്കപ്പെട്ട അനുഭവമാണെങ്കിൽ, പുതിയ നിയമത്തിൽ ജനകോടികൾ ഇന്ന് ലോകരാജ്യങ്ങളിൽ ഈ വസ്തുത അനുഭവിക്കുമ്പോൾ, രണ്ട് കരവും ഉയർത്തി യേശുവിൻ്റെ സന്നിധിയിൽ ഉറക്കെ, ആ ഭവനത്തിനകത്ത്, ആ ആശുപത്രിയിൽ, ആ ഓഫീസിൽ രണ്ട് കരവും ഉയർത്തി ഉറക്കെ വിളിച്ചു പറ, യേശുവേ, I need you and I'm coming to you. I want to get in, Lord. ഞാൻ അങ്ങിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു. ചിലരെങ്കിലും ചോദിക്കും, ഞാൻ അതിന് എന്ത് ചെയ്യണം? Only believe in Jesus. യേശുവിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. യേശുവിൽ വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർ രണ്ട് കരങ്ങളും ഉയർത്തി ചേർന്ന് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, യേശുവേ, എനിക്കങ്ങേ ആവശ്യമുണ്ട്. എൻ്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. എന്നിൽ രാജാധിരാജാവായി അവിടുന്ന് ഇപ്പോൾ ഇറങ്ങി വസിക്കണമേ. അങ്ങയുടെ മകനായി മകളായി ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ വിശാലമായ ദൈവം എനിക്കായി കരുതിയ ആ മേച്ചിൽ പുറങ്ങളിലേക്ക്, ആ നശിച്ചു പോകാത്ത അനുഭവങ്ങളിലേക്ക് ഞാനിതാ ഓടി വരുന്നു. ഐ ആം ടയർഡ് ഓഫ് എവരിതിങ് ഓഫ് ദ പാസ്റ്റ്. പഴയത് മുഴുവൻ ഞാൻ തകർന്നു പോയവനാണ്, മടുത്തു പോയവനാണ്. ഐ ആം ലിവിങ് എവരിതിങ് ബിഹൈൻഡ് ആൻഡ് കമ്മിങ് ആഫ്റ്റർ യു, ലോർഡ്.
എല്ലാത്തെയും തള്ളി ഞാൻ യേശുവേ നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. യെസ്, ഈ പകൽ യേശുവിനെ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോകുക. ആ ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടുക. നിങ്ങളുടെ ഭവനത്തിന്റെ മീതെ ദൈവം തുറന്ന വാതിൽ നിമിത്തം ഈ വിശാലമായ മേച്ചിൽപ്പുറങ്ങൾ പുതിയ മേച്ചിൽപ്പുറങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഓരോരുത്തരുടെ മേലും ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പുതിയ ദൈവിക സമൃദ്ധി ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. ദാരിദ്ര്യങ്ങൾ മാറട്ടെ, കെടുതികൾ മാറട്ടെ, കടഭാരങ്ങൾ മാറട്ടെ. കോടിക്കണക്കിന് രൂപ കടത്തിലായിരിക്കും പ്രിയപ്പെട്ടവരുണ്ട്, അല്പമായ തുകകൾ കടത്തിലായിരിക്കുന്നവരുണ്ട്. അവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവമേ, യേശുവിലൂടെ നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്ന ഓരോ ജീവിതത്തിനു വേണ്ടി അവിടുന്ന് കരുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ ഇപ്പോൾ തന്നെ അവർക്കായി വെളിപ്പെട്ടു വരട്ടെ. Let there be new pastures open for their lives in Jesus' name. As Lord you move them to the open door of heaven. സ്വർഗത്തിന്റെ തുറന്ന വാതിലേക്ക് നിന്റെ ജനത്തെ അവിടുന്ന് നയിക്കുന്നത് കൊണ്ട് ഓരോരുത്തരുടെ മേല് പുതിയ മേച്ചിൽപ്പുറങ്ങൾ ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, തീർച്ചയായിട്ടും താങ്കളുടെ ജീവിതം യേശുവിൽ സമൃദ്ധമായിരിക്കും. ആ യേശുവിൽ വിശ്വസിച്ച് യാത്ര ചെയ്യുക. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. 7 മണിക്ക് ശേഷമോ അതിനിടയിലുള്ള സമയത്തോ താങ്കൾക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. യേശു അത്ഭുതങ്ങളുടെ കർത്താവാകയാൽ ഒരു നാളും നമ്മെ കൈവിടുകയില്ല. നാളെ കഴിഞ്ഞ് ശനിയാഴ്ച പകല് 12 മണി മുതൽ ഹാർവസ്റ്റ് ടിവിയുടെ ഓഫീസിൽ വൈകിട്ട് 5 മണി വരെയുള്ള സമയത്ത് ഞങ്ങൾ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഉണ്ടാകും. ശനിയാഴ്ച 12 മുതൽ 5 വരെയുള്ള സമയം ഹാർവസ്റ്റ് ടിവിയുടെ ഓഫീസിൽ. സെക്കൻഡ് സാറ്റർഡേ ആണ്, അവധിയാണല്ലോ. തീർച്ചയായിട്ടും താങ്കൾ ഇവിടെ കടന്നു വരണം. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കണം. കർത്താവ് അനേകരുടെ ജീവിതത്തിൽ കൊടുക്കുന്ന വിടുതലുകൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇവിടെ വരുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ അത് അപ്പോൾ തന്നെ ഈ ഓൾട്ടറിലേക്ക് കടന്നു വരുന്നു. പ്രൈം കേരളയിൽ പ്രാർത്ഥിച്ചു. 2 സ്ഥലത്ത് ജോലി ചെയ്തിരുന്ന മകളും മരുമകനും ഒരു സ്ഥലത്ത് തന്നെ അവർക്ക് ജോലി കിട്ടി. ഒന്നിച്ച് പാർക്കുവാനും എല്ലാം കർത്താവ് ക്രമീകരണങ്ങൾ ചെയ്തു. പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ഗ്രീഷ്മ BSc സുവോളജി എക്സാമിൽ 87.5% മാർക്കോടെ പാസ്സായി. പ്രാർത്ഥന കേരളത്തിൽ വിളിച്ചു പറഞ്ഞിരുന്നു. മകൻ്റെ യാത്രയിൽ ദൈവിക പരിപാലനം പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥിച്ചതുകൊണ്ട് അനുഭവിക്കാൻ സാധിച്ചു എന്ന് മിസ്റ്റർ ജോർജ് തിരുവല്ലയിൽ നിന്ന് വിളിച്ചറിയിക്കുന്നു. ആരാധനയിൽ ദേവദാസൻ എന്നോട് സംസാരിച്ച് വീട് വിട്ടു പോകുവാൻ തീരുമാനിച്ച എൻ്റെ തീരുമാനം മാറ്റി. നെഞ്ചുവേദന ഉണ്ടായിരുന്നു, അതും പൂർണ്ണമായി പ്രൈം കേരളയിൽ കൂടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നോട് സംസാരിച്ചത് വിശ്വസിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു. അത്ഭുതകരമായ സൗഖ്യം യേശു നൽകിയെന്ന് അരുൺ നമ്മോട് പ്രാർത്ഥനയ്ക്ക് മറുപടിയായി അറിയിച്ചിട്ടുണ്ട്. മകൾക്ക് എൻജിനീയറിങ്ങിന് ഗവൺമെൻറ് അലോട്ട്മെൻറ്റ് അഡ്മിഷൻ കിട്ടുവാൻ പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥിച്ചിരുന്നു. പ്രാർത്ഥന ഫലമായി കോലഞ്ചേരിയിൽ അഡ്മിഷൻ കിട്ടി. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ജെസ്സി ബെന്നി കഞ്ഞിക്കുഴി എന്നാണ് അത് വിളിച്ചു പറഞ്ഞ. ഷീല പത്തനംതിട്ടയിൽ പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ഭർത്താവിൻ്റെ അതികഠിനമായ പെടലി വേദന പൂർണ്ണമായി അപ്പോൾ തന്നെ സൗഖ്യം ലഭിച്ചു. മകൻ ജെറിൻ സൗദിയിലേക്ക് 7/8/13 4:20 ഫ്ലൈറ്റാണ്. പ്രാർത്ഥന കേരളത്തിൽ വിളിച്ചു പ്രാർത്ഥിച്ചു. ദൈവം ചെയ്തു നോക്കിക്കേ, വേഗത്തിലെ കർത്താവിൻ്റെ മറുപടി. ഇൻ്റർവ്യൂ, മെഡിക്കൽ എല്ലാത്തിനും മുൻപേ പ്രൈം കേരളയിൽ പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നു. യേശു അത്ഭുതം പ്രവർത്തിച്ചു. കർത്താവ് എത്ര നല്ലവനാ. ഷുഗർ കൂടി ICUവിൽ അഡ്മിറ്റാണ്. പ്രാർത്ഥിക്കണമെന്ന് നമ്മുടെ ശാന്തമ്മ ടീച്ചർ ഹോസ്പിറ്റലായിരിക്കുന്ന ടീച്ചറിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് അറിയിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ചേർന്ന് പ്രാർത്ഥിച്ച് താങ്കളുടെ വിവരങ്ങൾ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ prainkerala@gmail.com എന്ന വിലാസത്തിലോ തീർച്ചയായിട്ടും അറിയിക്കുക. ദൈവത്തിൻ്റെ ജനം പ്രാർത്ഥിക്കും. യേശു അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നമുക്കൊന്നിച്ച് താങ്കളുടെ സ്ക്രീനിലുള്ള വിവരങ്ങൾക്ക് വേണ്ടി കരങ്ങൾ ഞങ്ങളോടൊപ്പം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവം അവർക്കായി ഞങ്ങൾക്കായി തുറന്ന വാതിലൂടെ ഓരോരുത്തരും പ്രവേശിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവിക സൗഖ്യവും ദൈവിക വിടുതലും വ്യക്തമായി ഓരോരുത്തരും അനുഭവിക്കട്ടെ. ശാന്തമ ടീച്ചർ ഇപ്പോൾ തന്നെ പൂർണ്ണമായി സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തികഞ്ഞ സൗഖ്യം ഉണ്ടാകട്ടെ. ഈ ഓൾട്ടറിൽ വെച്ചിരിക്കുന്ന ഓരോ ജീവിതങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർ പ്രദാനം ചെയ്യുന്ന കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭാരമേറിയ അനുഭവങ്ങൾ അവിടുന്ന് അറിയുന്നു. എൻ്റെ കർത്താവേ, ഇന്ന് പകൽ അവിടുന്ന് കേട്ട വചനം തന്ന വചനം പോലെ ഇവരുടെ ജീവിതത്തിന് മേൽ
പുതിയ പുതിയ ദൈവം തുറന്നു കൊടുക്കുന്ന സമൃദ്ധമായ മേച്ചിൽപ്പുറങ്ങൾ ഉണ്ടാകട്ടെ. തലമുറയില്ലാത്തവർക്ക് തലമുറ ഉണ്ടാകട്ടെ. വിവാഹപ്രായമായവർക്ക് വിവാഹം നടക്കട്ടെ. ശരീരത്തിൽ സൗഖ്യമില്ലാതിരിക്കുന്നവർ ഏതു തരത്തിലുള്ള രോഗമാണെങ്കിലും അവരിപ്പോൾ സൗഖ്യമാകട്ടെ. അവരുടെ സമ്പത്തിനെയും പണത്തെയും ആരോഗ്യത്തെയും മോഷ്ടിക്കുന്ന ദുഷ്ടപിശാചിന് യേശുവിന്റെ നാമത്തിൽ ഈ പകൽ ഞങ്ങൾ ശാസിക്കുന്നു. ഈ ജീവിതങ്ങളിൽ നിന്ന് വിട്ടുമാറ് ഉത്ഭവ സ്ഥലങ്ങളിലേക്ക് യേശുവിൻ നാമത്തിൽ ആ ശക്തികൾ മടങ്ങട്ടെ. അലട്ടുന്ന ഭയം, ഭീതി, ഉറക്കമില്ലായ്മ, അതിന്റെ കാരണങ്ങൾ എല്ലാം യേശുവിൻ നാമത്തിൽ ഈ ജീവിതങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. അവിടുന്ന് അത് ചെയ്ത് സ്വാതന്ത്ര്യത്തിലേക്ക് ജനത്തെ കൊണ്ടുവന്നതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കുമ്പനാട് നിന്ന് ജെയിംസ് വിളിച്ചിരിക്കുന്നു. മകൻ സെബിൻ കാലിൽ അലർജിയായി ഭാരപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഞങ്ങൾ സെബിനായി പ്രാർത്ഥിക്കുന്നു. നിന്റെ ദൈവിക സൗഖ്യം അമാനുമേൽ നീ കൊടുത്തിരിക്കുക. സ്തോത്രം കർത്താവെ. കാലിലുള്ള അലർജികൾ മാറട്ടെ കർത്താവെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സുനിത വർക്കലയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. ചേച്ചിക്ക് എപ്പോഴും പനി. യേശുവിന്റെ നാമത്തിൽ ആ ജ്വരത്തെ ഞങ്ങൾ ശാസിക്കുന്നു. പൂർണ്ണ ആരോഗ്യവതിയായി എഴുന്നേറ്റ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രിയപിതാവേ. ആമേൻ. തിരുവനന്തപുരത്ത് നിന്ന് മീന വിളിച്ചിരിക്കുന്നു. ഭർത്താവിന് ഒരു മാനസാന്തരവും വ്യത്യാസം ഉണ്ടാവണം. യേശുവിന്റെ നാമത്തിൽ കർത്താവെ ആ ജീവിതത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബജീവിതം ധന്യമായി തീരുമാറാട്ടെ, സന്തോഷം ഉള്ളതായി തീരുമാറാട്ടെ കർത്താവെ. ഇരുവർക്കും കർത്താവെ വളരെ പൊരുത്തത്തോടെ മുന്നോട്ട് പോകുവാൻ തക്കോണം ഒരു ദൈവിക കൃപയിൽ അവരെ നിറച്ചാട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രജിത തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. ലോൺ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. യേശുവിന്റെ നാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ലോൺ എത്രയും പെട്ടെന്ന് സാങ്ഷനായി ലഭിക്കാൻ ഞങ്ങൾ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവ് അങ്ങനെ ചെയ്തതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചുമോൾ വിളിച്ചിരിക്കുന്നു. 90 സെന്റ് ലാൻഡ് വാങ്ങുവാൻ വേണ്ടി 63 ലക്ഷം രൂപയോളം കൊടുത്തു. സ്ഥലം കൊടുക്കാതെ ഉടമ ഇപ്പോൾ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. കൊടുത്ത പൈസക്കുള്ള സ്ഥലമെങ്കിലും കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രിയപിതാവെ, കൊച്ചുമോൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർ കടന്നു പോകുന്ന ഈ അവസ്ഥയ്ക്ക് ഒരു ഭേദം വരുവാൻ തക്കോണം നിന്റെ അത്ഭുതം അവിടെ പ്രവർത്തിക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് അവകാശമായുള്ളത് അവർക്ക് തന്നെ കിട്ടുവാൻ തക്കോണം, അതിലൊന്ന് കുറയുവാൻ ഇടവരുത്തരുത് കർത്താവ്, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സുദീപ് കല്യാണത്തൊന്ന് വിളിച്ചിരിക്കുന്നു. ദോഹയിൽ ജോലി കിട്ടണം. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഇന്ന് ഞങ്ങൾ കേട്ട വചനം പോലെ വാതിലാകുന്ന യേശുവിലൂടെ തന്റെ പൈതലിന് വേണ്ട ജോലി അവിടെ ലഭിക്കത്തക്കവണ്ണം ദൈവിക പ്രവൃത്തി അവിടെ വെളിപ്പെടുവാനിടയാകട്ടെ, യേശുവിൻ നാമത്തിൽ പ്രിയപിതാവേ. നമുക്കറിയാം 29, 30 തീയതികളിൽ ക്രൈസ്റ്റ് ചാപ്പൽ പ്രേയിങ് കേരള കുടുംബം ലോക രാജ്യങ്ങളിലുള്ള 10,000ങ്ങളെ ഒന്നിച്ച് പങ്കെടുപ്പിച്ചുകൊണ്ട് ഹാർവസ്റ്റ് ടെലിവിഷനിലൂടെ നടത്തുന്ന ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും താങ്കൾ അതിൽ കാണണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നമുക്കൊന്നിച്ച് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. ഇത് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ലോകത്തിൻ്റെ സംഭവങ്ങൾ, അനുഭവങ്ങൾ എല്ലാം മനുഷ്യൻ്റെ ബുദ്ധിക്ക് അളക്കാവുന്നതിൻ്റെ വിപരീതമായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് നമ്മൾ പ്രാർത്ഥിക്കേണ്ട സമയമായി ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം നമുക്കൊരുക്കിയ ഈ അവസരത്തിൽ സമയത്തെ പാഴാക്കാതെ സഭാവിഭാഗ വ്യത്യാസങ്ങളില്ലാതെ അതിർ വരമ്പുകൾക്ക് ഉപരിയായി നമുക്ക് ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയിൽ പല സ്ഥലങ്ങളിൽ നിന്ന് പല സഭകളിൽ ശുശ്രൂഷിക്കുന്ന അഭിഷിക്തരായ അനേക ദൈവദാസന്മാർ നമ്മോടൊപ്പം ഈ ശുശ്രൂഷയിൽ ഉണ്ടാകും. മകൾ പാൻക്രിയാസിന് ഓപ്പറേഷൻ ആണ്. ഷുഗർ കുറയുന്നു, അസാധാരണമായ രോമ വളർച്ച. ലിൻസി കൊല്ലത്തു നിന്നാണ് ഈ മാസം ഇത് അറിയിച്ചിരിക്കുന്നത്. 3 മാസമേ കുഞ്ഞിന് ഉള്ളൂ. നമുക്ക് 3 മാസമേ കുഞ്ഞിന് പ്രായമായിട്ടുള്ളൂ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പൂർണ്ണ സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ആ കുഞ്ഞിൻ്റെ മേൽ ഉണ്ടാകേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലായിടത്തും യേശുവിൻ്റെ ക്രമം ആ കുഞ്ഞിൻ്റെ മേൽ ഉണ്ടാകട്ടെ. സമ്പൂർണ്ണ സൗഖ്യം യേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ, യേശുവിൻ നാമത്തിൽ പിതാവേ. പാസ്റ്ററെ, ഗുഡ് മോർണിംഗ് പാസ്റ്റർ. ഗുഡ് മോർണിംഗ് പ്രമോദ്. പാസ്റ്ററെ, നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ സീഡികളുണ്ട്. അനേകം പേർ വിളിച്ച് ഓർഡർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പാസ്റ്റർ സാമിൻ്റെ 3 മെസ്സേജ് അടങ്ങുന്ന സീഡികളും നമ്മൾ ഇവിടെയുണ്ട്. താല്പര്യമുള്ളവർ 7 മണിക്ക് ശേഷം വിളിക്കുക, ഓർഡർ ചെയ്യുക, നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ദിവസത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇൻ്റർനെറ്റിൻ്റെ സൗകര്യമില്ല എന്നിരിക്കട്ടെ, ടിവിയും കിട്ടുന്നില്ല നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എങ്കിൽ ഞങ്ങളെ വിളിച്ച് ഏതെങ്കിലും ഒരു ദിവസത്തെ ശുശ്രൂഷ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ആ ദിവസത്തിൻ്റെ ഡേറ്റ് പറഞ്ഞ് ആ ദിവസത്തെ മാത്രം DVD നിങ്ങൾക്ക് എത്തിച്ചു തരാനുള്ള സൗകര്യം ഞങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്.
തീർച്ചയായിട്ടും ഒന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ, ജീവിതങ്ങൾ രക്ഷപ്പെടണം. സൗഖ്യമാക്കുന്ന യേശുവിനെ എല്ലാവരും അറിയണം. സമൃദ്ധമായ ജീവൻ നൽകുന്ന യേശുവിനെ ഓരോരുത്തരും അറിയണം, അനുഭവിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ബ്രെയിൻ കേരള കുടുംബത്തിൻ്റെ സ്വപ്നമെന്ന് പറയുന്ന അവസാനത്തെ വ്യക്തിയുടെയും കണ്ണുനീർ യേശു തുടയ്ക്കുന്നത് കാണുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നമുക്കൊന്നിച്ച് ഈ യാത്രയിൽ ഒന്നിച്ച് പോകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. മകൻ മദ്യപാനി സ്വയം ശരീരം മുറിച്ച് ആനന്ദിക്കുന്നു. എത്രയോ ദാരുണമായ ഒരു സ്ഥിതിവിശേഷമാണ് ആ മകന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അത്രയും തകർന്നവനാണെങ്കിലും യേശുവിൻ്റെ ചങ്ക് ഈ മകന് വേണ്ടി കൂടെയാണ് തുറന്നത്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ആ യേശുവിൻ്റെ സ്നേഹത്താൽ ഇപ്പോൾ ആ യുവാവ് കടന്നു പിടിക്കപ്പെടേണ്ടതിന് നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ബ്രെയിൻ കേരള കുടുംബാംഗങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചിട്ട്, സജീവൻ എന്നാണ് അവൻ്റെ പേര്, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ സജീവനായി പ്രാർത്ഥിക്കുന്നു. വിവിധ കാര്യങ്ങളിലൂടെ, മദ്യപാനത്തിലൂടെ ആണെങ്കിലും, സ്വയം മുറിച്ച് നശിപ്പിക്കുന്ന രീതിയിലാണെങ്കിലും, യോഹന്നാൻ 10:10 എഴുതിയിരിക്കുന്നത് പോലെ കള്ളൻ വന്നത് അറുക്കുവാനും മുടിക്കുവാനും മോഷ്ടിക്കുവാനും. കർത്താവേ, ഞങ്ങൾ തിരിച്ചറിയുന്നു അവനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവനല്ല, പകരം ആ ശത്രു, ആ പിശാച. ഇന്ന് പകൽ ആ പിശാചിനോട് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, എന്നേക്കുമായി അവനിൽ നിന്ന് വിട്ടുമാറ്. യേശുവിൻ നാമത്തിൽ യേശുവിൻ്റെ സമൃദ്ധമായ ജീവൻ ആ യുവാവിൽ ഉണ്ടാകട്ടെ. അവൻ യേശുവിന് വേണ്ടി ധീരതയോടെ നിൽക്കുന്നവനായി മാറട്ടെ. യേശുവിൻ നാമത്തിൽ. പ്രിയ പിതാവേ, നമുക്കൊരു ടെലിഫോൺ വന്നിട്ടുണ്ട്. ഹലോ ഹലോ ആ 2 ദിവസം കൊണ്ട് എവിടെ നിന്നാ വിളിക്കുന്നേ? എന്തോ? ഓക്കെ, ഏത് സ്ഥലത്തുനിന്ന് വിളിക്കുന്നേ? കൊച്ചമ്പണി. ഓക്കെ ഓക്കെ, കാട്ടാക്കടയെന്ന്. എനിക്ക് അവിടുത്തെ എല്ലാ സ്ഥലങ്ങളും അറിയാൻ വയ്യാത്തത് കൊണ്ടാണ്. മാത്രമല്ല ഇവിടെ കേൾക്കുന്നതും അത്ര വ്യക്തമായിരുന്നില്ല. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോൾ തന്നെ ആ കുഞ്ഞ് കൈ അടുത്തുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ കരങ്ങളിൽ എടുക്കൂ. ആ കുഞ്ഞിനെ കരത്തിലെടുത്ത് ആ TV സ്ക്രീനിലേക്ക് വന്ന് സ്പർശിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുക. കർത്താവ് ഇപ്പോൾ തന്നെ ആ കുഞ്ഞിന് സൗഖ്യം നൽകും. 7 മാസം പ്രായമായ കുഞ്ഞ് 2 ദിവസമായിട്ട് നിർത്താതെ ലൂസ് മോഷൻ, മരുന്ന് കൊടുത്തിട്ടും അത് നിലയ്ക്കുന്നില്ലെന്ന് ഒരമ്മയാ വിളിച്ചു പറഞ്ഞു. നമുക്കൊന്നിച്ച് ബ്രെയിൻ കേരള കുടുംബാംഗങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ യേശുവിൻ്റെ വചനത്തെ ഞാൻ ആ കുഞ്ഞിൻ്റെ മേൽ അയക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന വചനം ഇപ്പോൾ ആ പൈതലിന്റെ മേൽ ഇറങ്ങട്ടെ. സൗഖ്യം യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ഉണ്ടാകട്ടെ. അവിടുന്ന് കുഞ്ഞിനെ സൗഖ്യമാക്കിയത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവേ നന്ദി. യേശുവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവിൻ്റെ സമൃദ്ധമായ ജീവൻ ആ പൈതലിൽ ഉണ്ടാകട്ടെ. യേശുവേ നാമത്തിൽ പിതാവേ. 2 കരങ്ങളും ഉയർത്തി എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ. യെസ് ലോർഡ്. സുമ വിളിച്ചിരിക്കുന്നു. സുമശാസ്ത്രമുട്ടാൽ ഭാരപ്പെടുന്നു. 2 മക്കൾ സൗഖ്യമില്ലാതെ ഭാരപ്പെടുന്നു. ഭർത്താവ് മദ്യപാനത്തിന് അടിമയാണ്. പൂർണ്ണമായ ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥനയെ ചോദിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. 2 പേർക്കും കർത്താവെ സൗഖ്യമില്ലാതെ ഭാരപ്പെടുന്ന ഓരോ ജീവിതങ്ങൾക്കും പൂർണ്ണമായ സൗഖ്യവും ആരോഗ്യവും ഞങ്ങൾ കൽപ്പിക്കുന്നു. ആ പിതാവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആധിപത്യമെടുക്കുന്ന എല്ലാ മദ്യപാനത്തിന്റെ ആസക്തിയും യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറി ദൈവിക സ്വഭാവത്തിന് ഉടമയായി തീരട്ടെ. എന്റെ കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ജോസഫ് വിളിച്ചിരിക്കുന്നു. കുവൈറ്റിലേക്ക് തിരികെ പോകാൻ വിസ കിട്ടുന്നില്ല. സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നു. കർത്താവെ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ജോസഫിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദേഹത്തിലേക്ക് ഇത് മടങ്ങി പോകാനുള്ള വിസ കർത്താവ് എത്രയും വേഗം ശരിയാകട്ടെ. എല്ലാ തടസ്സങ്ങളും മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും മാറട്ടെ, സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. വിളിച്ചിരിക്കുന്നു. 3 സബ്ജക്ട് കൊടുത്തിരിക്കുന്നു. നല്ല മാർക്കറ്റിന് വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. ഞങ്ങൾ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ 3 വിഷയങ്ങൾ പരീക്ഷ നടക്കുമ്പോൾ ദൈവത്തിന്റെ അത്ഭുത കരവടെ ഇറങ്ങി ഉയർന്ന മാർക്കോടെ പാസ്സാകുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ചിറങ്കഴിന്ന് ജീന വിളിച്ചിരിക്കുന്നു. ഓടി നടന്നുകൊണ്ടിരിക്കുന്ന 3 വയസ്സുള്ള മകൻ കാല് പെട്ടെന്ന് വളഞ്ഞു പോയി. പൂർണ്ണ സൗഖ്യം ലഭിക്കണം. മോൻ്റെ പപ്പ ഗൾഫിൽ ജോലിയാണ്. നന്നായി പോകേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ്, ഞങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവൻ്റെ അസ്ഥിയിലുമേ വന്നിരിക്കുന്ന എല്ലാ
പ്രയാസം മാറട്ടെ. പൂർണ്ണ സൗഖ്യം ആരോഗ്യം അവൻ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളഞ്ഞുപോയ കാലത് നുവർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫാദറിന് വേണ്ടി പ്രാർത്ഥന എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറട്ടെ. ആയിരിക്കുന്നിടത്ത് കൃപയ്ക്കുള്ളിൽ പൊതിഞ്ഞാട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്ന സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. സൗഖ്യമാക്കുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ മകനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിലുള്ള ക്യാൻസർ രോഗത്തിന്റെ ആത്മാവ് യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറി പൂർണ്ണമായ സൗഖ്യവും ആരോഗ്യവും യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗാന്ധിയിൽ നിന്ന് ഒരു സഹോദരി വിളിച്ചിരിക്കുന്നു. ഭർത്താവിന് മദ്യപാനം മാറണം, കഞ്ചാവ് ഉപയോഗം നിർത്താൻ വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് സ്വന്തമായിട്ടൊരു ഭവനം വേണം. കർത്താവെ, ഞങ്ങളിപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആ സഹോദരനെ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അറപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും ഒന്നും പിശാചിന്റെ സകല പ്രവൃത്തികൾ ആ കുടുംബത്തിൽ നിന്നും മാറി ദൈവിക സമൃദ്ധി അവിടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് ഒരു ടെലിഫോൺ കൂടെ വന്നിട്ടുണ്ട്. ഹലോ, ഹലോ, എന്തോ എന്തോ ഒരു വിഷയം പറയാട്ടെ. വേഗം പറഞ്ഞാട്ടെ. ഹാർട്ടിന്റെ എക്കോ എടുത്തപ്പോ അതിന് വാൽവിനൊക്കെ ലീക്കുണ്ട്. അതിന് പൂർണ്ണ സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കാൻ. ഓക്കെ, ആന്റിയുടെ പേരെന്താ? മറിയാം. എവിടെ നിന്ന് വിളിക്കുന്നേ? മാവേലിക്കരയെന്ന്. നമുക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. ഇപ്പോൾ തന്നെ കരം വെച്ചാട്ട് ഞങ്ങളോട് ചേർന്ന് ആ സ്ക്രീനിലേക്കൊന്ന് തൊട്ടുകൊണ്ട് ചേർന്ന് പ്രാർത്ഥിച്ച് യേശു അത്ഭുത സൗഖ്യം നൽകുന്നു. താങ്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ ഹൃദ്രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തിയെങ്കിൽ, ഹൃദയത്തിനുള്ള ഏതെങ്കിലും ഒരു തരത്തിലുള്ള ക്ലേശത്തിലാണെങ്കിൽ ഇപ്പോൾ തന്നെ എഴുന്നേറ്റ് വന്ന ആ സ്ക്രീനിലേക്ക് തൊട്ട് ചേർന്ന് ഞങ്ങളോടൊപ്പം പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് ഇപ്പോൾ തന്നെ താങ്കളെ സൗഖ്യമാക്കുന്നത് താങ്കൾക്ക് അനുഭവിപ്പാൻ കഴിയും. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ പ്രിയ ആൻറ്റി മറിയാമ്മയ്ക്കായി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ യേശുവിൻ്റെ കരം ആ മകൾ ഇപ്പോൾ അനുഭവിക്കട്ടെ. അതോടൊപ്പം ലോകരാജ്യങ്ങളിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഹൃദ്രോഗത്താൽ, ഹൃദയത്തിൻ്റെ ഏതെങ്കിലും വിധത്തിലുള്ള ക്ലേശത്താൽ ഭാരപ്പെടുന്നെങ്കിൽ അങ്ങയുടെ കരം ഇപ്പോൾ അവർക്ക് വേണ്ടി കൂടെ നീട്ടണം. യേശുവിൻ്റെ സൗഖ്യം വ്യക്തമായി ഇവർ ഓരോരുത്തരും ഇപ്പോൾ തന്നെ അനുഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ. തിരുവനന്തപുരത്ത് നിന്ന് കമലം വിളിച്ചിരിക്കുന്നു. കൊച്ചുമകൾക്ക് എക്സാം നടക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രിയ പിതാവേ, ആ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവിക ജ്ഞാനത്തിൽ ആ പൈതലിന്മേൽ നിറയ്ക്കുമരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ കുഞ്ഞിന് കർത്താവെ പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിക്കുവാൻ ഇടയാകേണ്ടതിനെ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. അമ്മണി കുറിച്ചിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. സ്വന്തമായ ഒരു ഭവനം വേണം. യേശുവിന്റെ നാമത്തിൽ എൻ്റെ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിന് വേണ്ടി കർത്താവെ, തക്ക സമയത്ത് പണിയപ്പെടുന്ന ദൈവത്തിന്റെ ശക്തി ആ കുടുംബത്തിൽ വ്യക്തമായി വെളിപ്പെടുവാൻ ഇടയാകട്ടെ. അതിനുള്ള സാഹചര്യങ്ങൾ അവർക്ക് ഒരുങ്ങി വരട്ടെ യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ. ആമേൻ. തിരുവല്ലയിൽ നിന്നും ഡെന്നി വിളിച്ചിരിക്കുന്നു. കാലിലെ മുറിവ് ഉണങ്ങണം, മകന് ജോലി ലഭിക്കണം, തയ്യൽ കട നന്നായിട്ട് പോകാൻ വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രിയ പിതാവേ, കർത്താവ് ഈ വിഷയങ്ങൾ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കാലിലെ മുറിവുകൾ എത്രയും വേഗം കരിയുവാൻ തൊക്കൊണ്ട് ഇടയാകട്ടെ. കർത്താവെ, മകനായി പ്രാർത്ഥിക്കുന്നു. നീ ജോലിയെ തുറന്നു കൊടുക്കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, യേശുവിന്റെ നാമത്തിൽ കർത്താവരുടെ ഉപജീവന മാർഗ്ഗങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ദൈവിക അഭിവൃദ്ധി കർത്താവെ ഉണ്ടാവേണ്ടതിനെ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. മലപ്പുറത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. 7 മാസമായിട്ട് ശമ്പളം കിട്ടുന്നില്ല, സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു, സ്ഥലവും വീടും വിൽക്കണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആ മകളുടെ നന്മ 1 രൂപ പോലും കുറഞ്ഞു പോകാതെ പൂർണ്ണമായി അത് അവരുടെ കരങ്ങളിലേക്ക് തിരികെ ലഭിക്കത്തക്കവണ്ണം ആ കർത്താവെ, ആ മനുഷ്യന്റെ ഹൃദയത്തോട് ഇടപെടണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവത്തിന്റെ വലിയ പ്രവൃത്തി കണ്ട് ആനന്ദിപ്പാൻ ഇടയാകട്ടെ. തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവകരം അവരിൽ വെളിപ്പെട്ട് അവർക്കൊരു സ്ഥലവും വീടും വാങ്ങുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ കലവറ തുറന്നവർക്ക് നിറയ്ക്കുന്നതിനായി നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ. ആമേൻ. കടവന്ത്രയിൽ നിന്ന് സ്മിത വിളിച്ചിരിക്കുന്നു. സാമ്പത്തികമായി വളരെയേറെ ഭാരത്താൽ കടന്നു പോകുന്നു. ഭർത്താവ് മരിച്ചുപോയി, മകന് 11 വയസ്സുണ്ട്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ സ്മിതയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. കർത്താവേ, നീ ആ മകൾക്ക് തുണയായി കൂടെ ഇരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക കൃപയിൽ അവരുടെ കുടുംബജീവിതം മുന്നോട്ട് പോകാൻ ഇടയാട്ടെ. അവരുടെ സമസ്ത മേഖലകളിൽ ദൈവിക അഭിവൃദ്ധി ഉണ്ടാവട്ടെ. പൈതലിനായി പ്രാർത്ഥിക്കുന്നു. ആപത്തപടങ്ങൾ, അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ച് നിന്റെ ദൈവിക കരുണയിൽ ആ കുഞ്ഞിനെ നീ കാത്തുപരിപാലിക്കുന്ന കൃപകൾക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സുധ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. മകൻ ജോണി മാനസാന്തരം വേണം, അനുസരണക്കുറവ്. യേശുവിന്റെ നാമത്തിൽ ആ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ പൈതലിന്റെ മേൽ ദൈവിക കൃപ കൊണ്ട് അവിടുന്ന് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുസരണത്തിന്റെ ആത്മാവ് അവനിലേക്ക് മടങ്ങി വരട്ടെ. ദൈവകൃപയിൽ ആ പൈതലിനെ മറച്ച് യേശുവിന്റെ അനുഗ്രഹിക്കപ്പെട്ട പൈതലായി തീരുവാൻ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മയ്ക്കായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ഇന്നത്തെ പത്രത്തിൻ്റെ മനോരമയുടെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെയും ഫ്രണ്ട് പേജിൽ KCB issues warning us water level rises in the ഇടുക്കി ഡാം. മുല്ലപ്പെരിയാർ 135.1 അടി.
വെള്ളം ഇടുക്കി തുറക്കാൻ ഒരുക്കം എന്ന് വാർത്തകൾ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം മനുഷ്യരത് ഭയം ഉളവാക്കുന്ന വാർത്ത. എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, സകലത്തെയും നിയന്ത്രിക്കുന്ന ദൈവത്തിൻ്റെ കരം എല്ലായിടത്തും ദൈവിക നിയന്ത്രണം പകരേണ്ടതിന് പ്രേയിങ് കേരള കുടുംബാംഗങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സകല ഇടത്തും കേരളത്തിൻ്റെ മീതെ അവിടുത്തെ നിയന്ത്രണം ഉണ്ടാകേണ്ടത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Let there be governmental order of Jesus over every situation of our state in Kerala. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ജനജീവിതം യേശുവിൻ്റെ നാമത്തിൽ സുരക്ഷിതം ഉള്ളതായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ. നമ്മളെ വിളിച്ചിരിക്കുന്നു. മകളുടെ കുഞ്ഞ് 40 ദിവസം പ്രായമായ കുഞ്ഞ് ചുമയും പനിയാൽ ഭാരപ്പെടുന്ന പൂർണ്ണ സൗഖ്യത്തിന്റെ പ്രാർത്ഥനയെ ചോദിച്ചിരിക്കുന്നു. സൗഖ്യമാക്കുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ പൈതലിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം തന്നെ പൈതലിന്റെ മേലാദ്യം എടുക്കുന്ന എല്ലാ രോഗത്തിന്റെ ശക്തിയും യേശുവിന്റെ നാമത്തിൽ പൂർണ്ണമായി വിട്ടുമാറട്ടെ. എന്റെ കർത്താവ് അത് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. പന്തളത്തും സ്നേഹലത വിളിച്ചിരിക്കുന്നു. മോൻ സച്ചിൻ ദുബായിലേക്ക് പോകാനുള്ള വിസയുടെ എല്ലാ തടസ്സങ്ങളും മാറണം. കർത്താവ് ഞങ്ങൾ ഇപ്പോൾ സച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദേശത്തേക്ക് പോകാനുള്ള വിസയുടെ എല്ലാ തടസ്സങ്ങളും മാറേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവം ഈ ദിവസങ്ങളെ അനുകൂലമായി അതിനുവേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതിനായി നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. നടക്കുന്നതിന് വേണ്ടി, കടഭാരം മാറുന്നതിന് വേണ്ടി, കുടുംബത്തിൽ സമാധാനം കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥനയെ ചോദിച്ചിരിക്കുന്നു. കർത്താവെ ഞങ്ങളെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ കടന്നു പോകുന്ന എല്ലാ കെടുതികളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോയി. അവർ കർത്താവ് ബിസിനസ് അനുഗ്രഹം പ്രാപിപ്പാൻ, ഉയർച്ച പ്രാപിപ്പാൻ കർത്താവ് ഇടയാക്കണം. ഇവിടെ സാമ്പത്തികമായ എല്ലാ ബുദ്ധിമുട്ടുകളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോയി. കുടുംബത്തിന്റെ സ്വസ്ഥതയും സമാധാനം ഉണ്ടാകട്ടെ. എന്റെ കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. തൃശ്ശൂരിൽ നിന്ന് പ്രീതി വിളിച്ചിരിക്കുന്ന ചെട്ടി തുക കുറച്ചടച്ചു. പ്രീതിക്ക് അത് തെറ്റുപറ്റിയതാണ്. ബാക്കി തുകകളുടെ അടയ്ക്കുവാൻ പ്രാർത്ഥിക്കണം. കർത്താവ് ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ കർത്താവ് പ്രീതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മൾജോലിയിൽ നിന്ന് ഓഫീസിൽ കർത്താവ് ഹാലിൽ മളിൽ നിന്ന് പറ്റിയ മിസ്റ്റേക്ക് കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിന്മേലൊരു ക്ലിയറിംഗ് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. വിജയകുമാരി വിളിച്ചിരിക്കുന്നു. 16 വയസ്സുള്ള മകനെ കാലിൽ അസ്ഥി വളരുന്നു. പ്രാർത്ഥനയെ ചോദിക്കുന്നു. കർത്താവെ ഞങ്ങൾ ഒന്നിച്ച മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എന്ത് കാരണമായിരുന്നാലും ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ കാരണത്തെയും അതിന്റെ അസ്ഥി വളർച്ചയെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ നൃത്തം ചെയ്തു പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവ് അത് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. 19 കോശി വിളിച്ചിരുന്ന് കഴുത്തിന് വേദനയാൽ ഭാരപ്പെടുന്ന സ്ഥലം വിൽക്കണം. കർത്താവ് ഞങ്ങൾ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിപൂർണമായ സൗഖ്യം അദ്ദേഹത്തിന് മേൽ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ സ്ഥലത്തിന് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നല്ല വിലയ്ക്ക് അത് വിറ്റ് പോകുവാൻ സ്വർഗ്ഗത്തിലെ ദൈവമേ നിന്റെ കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. തീർച്ചയായിട്ടും ഇന്നത്തെ പത്രത്തിൽ തൊഴിൽ തർക്കം, 1 ലോഡ് പച്ചക്കറി മണ്ണെണ്ണ ഒഴിച്ച് നശിപ്പിച്ചു എന്നൊരു വർത്തമാനം വന്നിട്ടുണ്ട്. നമുക്ക് ഒന്ന് ആ സിറ്റുവേഷനൊക്കെ മാറേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. ലഹരി മരുന്ന് ശേഖരവുമായി MBA വിദ്യാർത്ഥി പിടിയിൽ ഇന്നലെ വൈകിട്ട് ടെലിവിഷനിലും ഈ വർത്തമാനം ഞാൻ കേട്ടിരുന്നു. സഹോദരങ്ങളെ, നമ്മുടെ യൗവനക്കാരെ മദ്യത്തിനും മയക്കുമരുന്നിനും പിശാചിനും തിന്ന് നശിപ്പിക്കാനുള്ളതല്ല അവരുടെ ജീവിതം. യേശു അവർക്കായി സൃഷ്ടിതാവാൻ ദൈവം അവർക്ക് വേണ്ടി കരുതിയ ആ ശുഭമായ ഭാവിയിലേക്ക് അവർ കടന്നു വരണം. അവരെ വഴിതെറ്റിച്ച് വിടുന്ന, അവരുടെ ശ്രദ്ധയെ മാറ്റുന്ന, അവരുടെ ഭാവിയെ നശിപ്പിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. അവയിൽ നിന്നെല്ലാം നമ്മുടെ യൗവനക്കാർ പുറത്തു വരേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ യേശുവേ, അവിടുത്തെ സ്നേഹം നിമിത്തം ആ ജീവിതങ്ങൾ എല്ലാവിധമായി അവരുടെ ജീവിതത്തിന് ഹാനിയായി നിൽക്കുന്ന സകലത്തിൽ നിന്നും അവർ പുറത്തു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സ്വാതന്ത്ര്യവും വിമോചനവും വിടുതലും വ്യക്തമായി അവർക്ക് ഉണ്ടാകട്ടെ. നന്മ കൊണ്ട് നിറയ്ക്കണം. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മണ്ണിടിച്ചിലും ദുരിതത്തിലുമായി വിലപിക്കുന്നവർ, മരിച്ചു പോയവരുടെ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. പരിക്കേറ്റവർക്കായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, മരിച്ചുപോയവരുടെ ബന്ധുക്കൾ അവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരെ അവിടുന്ന് ആശ്വസിപ്പിക്കും, അവിടുന്ന് അവരെ ബലപ്പെടുത്തും. ക്രിസ്തുവിനുള്ള പ്രത്യാശ കൊണ്ട് അവരെ നിറയ്ക്കണം. പരിക്കേറ്റവരെ അവിടുന്ന് സൗഖ്യമാക്കും. വീണ്ടും എല്ലാം വേഗത്തിൽ ക്രമമാക്കുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പുനരുദ്ധാരണത്തിന് കേരള ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് ഒന്നിച്ച് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും, സന്നദ്ധ സംഘടനകൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ആദരിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേരളത്തിൽ റോഡ് സംവിധാനം നല്ല രീതിയിലായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അതിനുള്ള ക്രമം ഉണ്ടാകട്ടെ. എല്ലായിടത്തും ജനത്തിൻ്റെ ആരോഗ്യരംഗം യേശുവിൻ്റെ നാമത്തിൽ ക്രമമായി മാറട്ടെ, ഉയർന്നതായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ. മേരി വടുതലിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. ഷുഗർ, BP, കൊളസ്ട്രോൾ, തൈറോയ്ഡ്, ശരീരം മുഴുവൻ ചൊറിച്ചിൽ, നെഞ്ചിന് വേദന, വായിൽ കൂടി ബ്ലഡ് വരുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു.
കർത്താവിന്റെ പൂർണ്ണ സൗഖ്യം ഈ മകളുടെ മേൽ ഉണ്ടാകുവാനിടയാകട്ടെ. ദുർഘടങ്ങൾ മാഞ്ഞു പോകട്ടെ കർത്താവേ. ആ ബ്ലഡ് വരുന്നത് ഇപ്പോൾ തന്നെ നിന്നു പോകട്ടെ. പൂർണ്ണ ആരോഗ്യവതിയെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയാക്കും യേശുവിൻ നാമത്തിൽ. പ്രിയ പിതാവേ, നമുക്ക് ടെലഫോണിലൂടെ വന്നിട്ടുണ്ട്. ഹലോ 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 ബ്രദർ, ജിതിന്റെ അമ്മയാണ്. ജിതിൻ മോന് ഞങ്ങൾ വെന്റിലേറ്ററിലായിരുന്ന മോന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ബ്രദറിനോട് സ്ഥിരമായിട്ട് ആവശ്യപ്പെടുമായിരുന്നു. ഇപ്പൊ ഐസിയിലേക്ക് വെന്റിലേറ്ററിൽ നിന്ന് ഐസിയിലേക്ക് മാറ്റി, ഐസിയിൽ നിന്ന് വാർഡിലേക്ക് മാറ്റി. മോന് യാതൊരു കുഴപ്പമില്ല. ഒരുപാട് വില കൂടിയ മരുന്നുകളാണ് അവൻ ഇഞ്ചക്ഷൻ ചെയ്തിരിക്കുന്നത്. ഒരു 5 ഗ്രാം മരുന്നിന് 19,500 രൂപയാണ്. അത് കണക്ക് 40 ഗ്രാം മരുന്ന് അവന്റെ ശരീരത്തിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മോന് കുഴപ്പമൊന്നുമില്ല. ചെറിയ കഫക്കെട്ടും ശ്വാസം മുട്ടലുണ്ട്. അതും കൂടി മാറിക്കഴിഞ്ഞാൽ ഫിസിയോതെറാപ്പി ചെയ്ത് അവര് മോനെ പഴയതുപോലെ നടത്താമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ബ്രദർ, നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായാണ് എന്റെ മോനിപ്പോ പഴയതുപോലെ ഇച്ചിരി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ബ്രദറെല്ലാം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. എന്റെ മോന് പെട്ടെന്ന് നടന്നു വരാനും അവനെ നടന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹാർവെസ്റ്റ് ചാനലിൽ ഇപ്പോൾ സാക്ഷ്യം പറയാൻ വേണ്ടി ഇവിടെ എത്തിയ മെഡിക്കൽ കോളേജിന് അകത്തിൽ തന്നെ ഞങ്ങൾ വന്ന് അവന് വേണ്ടി സാക്ഷ്യം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതായിരുന്നു. തീർച്ചയായിട്ടും. അമ്മയുടെ പേരെന്തായിരുന്നു? ജിതിന്റെ അമ്മയുടെ ജിതിൻ സുമേഷ് ജേക്കബ്. ഓക്കെ. തീർച്ചയായിട്ടും ഒരമ്മ യേശു തൻ്റെ മകന് കൊടുക്കുന്ന വ്യത്യാസം, വിടുതലിനെ കുറിച്ചുള്ള സാക്ഷ്യമാണല്ലോ നമ്മൾ പറഞ്ഞു കേട്ടത്. ലോകത്തിൽ ഏതെല്ലാം രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വിളിച്ചിട്ട് ഞങ്ങളോട് നല്ല അഭിനന്ദന വാക്കുകൾ സംസാരിക്കാറുണ്ട്. ഇങ്ങനൊരു അവസരം പ്രേയിങ് കേരള ഹാർവസ്റ്റ് ടെലിവിഷനും കൂടെ ചേർന്ന് മനുഷ്യർക്ക് വേണ്ടി ദൈവം ഇങ്ങനെ ഒരുക്കി തന്നപ്പോൾ മനുഷ്യർക്ക് അവരുടെ വിലാപങ്ങളിൽ അവരുടെ വേദനകൾ തുറന്ന് സംസാരിക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം ഇങ്ങനെ ഒരു അവസരം ഒരുക്കി. അത് ഞങ്ങളോടൊപ്പം ഇത് മനസ്സിലാക്കിയിട്ട് ചെറിയ തുകകളാകട്ടെ അവരവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ തന്ന് ഞങ്ങളെ സഹായിക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവരുണ്ട്. ഞങ്ങൾ താങ്കളെ വീണ്ടും ക്ഷണിക്കുക. ഈ ശുശ്രൂഷ ലോകരാജ്യങ്ങളിൽ അനേകർക്ക് ഉപയുക്തമായി തീരട്ടെ. ഇന്നലെ ഇവിടെ വന്ന ഒരു കത്ത് ഞാൻ വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത്, എനിക്ക് ഒരാഗ്രഹമേ ഉള്ളൂ, ഈ ശുശ്രൂഷ നിലച്ചു പോകരുത്. എൻ്റെ കയ്യിൽ കൂടുതൽ തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ 1000 രൂപയെ എനിക്ക് ഉള്ളൂ, അത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നു എന്ന് പറഞ്ഞ് ഒരു മാന്യ അദ്ദേഹം ഒരു കത്തും ചെക്ക് സഹിതം ഇവിടെ അയച്ചു വന്നു. ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, ഈ വിലപിക്കുന്ന ജീവിതങ്ങളുടെ കണ്ണുനീര് യേശു ഒപ്പാൻ തയ്യാറാകുമ്പോൾ നമുക്ക് അവരിലേക്ക് എത്തിച്ചേരാം. ഈ ദൗത്യത്തിൽ നമുക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാം. പ്രേയിങ് കേരള കുടുംബാംഗങ്ങൾ എല്ലാവരും ആ സ്ഥലങ്ങളിൽ കരങ്ങൾ ഉയർത്തി ആ ജിതിനു വേണ്ടി ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ ഈ ശുശ്രൂഷ മെഡിക്കൽ കോളേജിൽ RCCയിൽ ഈ ശുശ്രൂഷ ഇപ്പോൾ തന്നെ അനേകർ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെ പല രാജ്യങ്ങളിൽ, സൗത്ത് ആഫ്രിക്കയിലെ, ഗൾഫിലെ പല രാജ്യങ്ങളിൽ ജോലിയിലായിരിക്കുന്നവർ പോലും നേഴ്സസ് അവരുടെ ഫോണിൽ, അവരുടെ വാർഡിലെ ടെലിവിഷനിൽ, ഇന്റർനെറ്റിലൂടെ ഒക്കെ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടായിരിക്കുന്നത്. ഞങ്ങളുടെ പക്കലിവിടെ അത് കാണുന്നു, അതിൽ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞ് ടെലഫോണുകൾ ഇവിടെ വരുന്നുണ്ട്. സഹോദരങ്ങളെ, ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രേയിങ് കേരള കുടുംബത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന രോഗികൾ എവിടെ ആയിരിക്കുന്നെങ്കിലും, അവർ ഭവനത്തിലാകട്ടെ ആശുപത്രിയിലാകട്ടെ, ഇപ്പോൾ പൂർണ്ണ സൗഖ്യം, യേശുവിന്റെ അത്യന്ത ശക്തി, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പിതാവിന്റെ ആത്മാവ് ഇപ്പോൾ അവരിലേക്ക് ഇറങ്ങട്ടെ. ഐസിയുലെ വാസം യേശുവിന്റെ നാമത്തിൽ അവരിൽ നിന്ന് മാറട്ടെ. അവർ ഇപ്പോൾ തന്നെ ദൈവശക്തിയാൽ തുള്ളിയും ചാടിയും നടന്നും സൗഖ്യത്തോടെ നിന്നെ മഹിമപ്പെടുത്തട്ടെ. വെല്ലൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് തലയുടെയും ക്യാൻസർ രോഗത്തിന്റെയും വാർഡുകളിൽ നിന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന രോഗികൾക്കായി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ രോഗികളുടെ മേൽ ഞങ്ങൾ സൗഖ്യം കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രിയ പിതാവേ, മറ്റ് ആശുപത്രികളിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ തികഞ്ഞ സൗഖ്യം ഇപ്പോൾ തന്നെ അവരുടെ ശരീരത്തിൽ ഉണ്ടാകട്ടെ. അടുത്ത മിനിറ്റുകളിൽ അവരുടെ ടെലഫോൺ വിജയത്തിന്റെയും വിടുതലിന്റെയും സാക്ഷ്യങ്ങൾ ഇവിടെ വരട്ടെ. യേശുവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് കാരണമാകും. യേശുവിൻ നാമത്തിൽ ശനിയാഴ്ച പകൽ തീർച്ചയായിട്ടും 12 മുതൽ 5 മണി വരെയുള്ള സമയം ഹാർവസ്റ്റ് ടെലിവിഷന്റെ തിരുവനന്തപുരത്തുള്ള ഓഫീസിൽ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും നമുക്കിവിടെ കാണണം. ഒരാൾക്ക്
പരമാവധി 20 മിനിറ്റ് അവിടെ ഇരുന്നാൽ മതി. വേഗം താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ വിടുതൽ നമുക്ക് ഒന്നിച്ച് പങ്കിടണം. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. DVD ഓർഡർ ചെയ്യണം. 7 മണിക്ക് ശേഷം തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. നാളെ പ്രഭാതത്തിൽ വീണ്ടും കാണുന്നത് വരെയും ക്രിസ്തുയേശുവിന്റെ കൃപയിൽ നമുക്ക് ഒന്നിച്ചായിരിക്കാം. ഹാർവസ്റ്റ് ടെലിവിഷൻ, കേരള കുടുംബം ഒന്ന് ചേർന്ന് ഈ ശുശ്രൂഷ താങ്കൾക്ക് എത്തിച്ചു തരുവാനുള്ള ഉദ്യമത്തിന് മേൽ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകേണ്ടതിന് എല്ലാവരും പ്രാർത്ഥിക്കണം. വന്നുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയത്തെയും അവരുടെ ജീവിതങ്ങളെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ദൈവിക വിജയവും വിടുതലും ഞങ്ങൾ അവരുടെ മേൽ കൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു പകൽ എല്ലാവർക്കും ഉണ്ടാകട്ടെ. കേരള കുടുംബാംഗമായ ശുശ്രൂഷ ഗണമായ സ്റ്റീവും ജിനുവും ഇന്ന് ആലപ്പുഴയിൽ നടക്കുന്ന ഷട്ടിൽ ടൂർണമെന്റിൽ കേരള സ്റ്റേറ്റ് മത്സരത്തിൽ അവർ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ യാത്ര എല്ലാം അനുഗ്രഹമാകേണ്ടത് പ്രാർത്ഥിക്കുവാൻ അപേക്ഷിക്കുന്നു. അടുത്ത ദിവസം വീണ്ടും കാണാം. കർത്താവ് നമ്മെ സൂക്ഷിക്കട്ടെ. ചേർന്ന് യേശുനാമ 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 യേശുനാമം 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 യേശുനാമം. കർത്താവേ, ഞങ്ങൾ ഇന്ത്യക്കായി പ്രാർത്ഥിക്കുന്നു, കേരളത്തിനായി പ്രാർത്ഥിക്കുന്നു. എല്ലായിടത്തും ദൈവിക അനുഗ്രഹങ്ങൾ നിറയട്ടെ. യേശുവിന്റെ സമാധാനം, ദൈവകൃപയുടെ വലിയ പകർച്ച എല്ലായിടത്തും ഉണ്ടാകട്ടെ. ബോർഡറുകളിൽ ആയിരിക്കുന്ന സൈന്യത്തെ അവിടുന്ന് സംരക്ഷിക്കും. എല്ലാ തള്ളിക്കയറ്റ ശ്രമങ്ങളും യേശുവിൻ നാമത്തിൽ മാറട്ടെ. എവറി സോർട്ട് ഓഫ് കണ്ടൻഷൻ മാറിപ്പോകട്ടെ. യേശുവിന്റെ സമാധാനം അവിടെ എല്ലായിടത്തും ഉണ്ടാകട്ടെ. ഓഗസ്റ്റ് 15 ഞങ്ങൾ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷനിലേക്ക് വരുമ്പോൾ അത് തികച്ചും സുരക്ഷിതത്വമുള്ളതായി മാറട്ടെ. ജനജീവിതം യേശുവിന്റെ നാമത്തിൽ രാജ്യം തൊട്ടാകെ സുരക്ഷിതത്വമുള്ളതായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ